ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CHSL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് CHSLൻ്റെ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9/3/2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഷിഫ്റ്റ് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് എയർ പ്രഷർ. എയർ പ്രഷറുമായിട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എയർ പ്രഷർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹൈ പ്രഷർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലൗഡി സ്കൈസ് ആൻഡ് വെറ്റ് വെതർ. ശ്രദ്ധിക്കുക, ഹൈ പ്രഷർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലൗഡി സ്കൈസ് ആൻഡ് വെറ്റ് വെതർ. ഹൈ പ്രഷർ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ക്ലൗഡി സ്കൈസുമായിട്ടും അതുപോലെ തന്നെ വെറ്റ് വെതറുമായിട്ടും അല്ലേ. ഈ കാർമേഘം മൂടിയ സ്കൈസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വെറ്റ് ആയിട്ടുള്ള വെതറുമായിട്ടൊക്കെ എന്ത് റിലേറ്റഡ് ആവുന്നു? ഹൈ പ്രഷർ റിലേറ്റഡ് ആവുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് നോക്കൂ. ലോ പ്രഷർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലിയർ ആൻഡ് സണ്ണി സ്കൈസ് അല്ലേ. ലോ പ്രഷർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ക്ലിയർ ആയിട്ടുള്ള സണ്ണി സ്കൈസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതും എന്താണ്? തെറ്റാണ് അല്ലേ. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത് നോക്കാം. ദ എയർ ഓൾവേസ് മൂവ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. എയർ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്? ഹൈ പ്രഷർ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ആയിട്ടുള്ള ഏരിയയിലോട്ടാണ് എന്ത് പോവാന്നാണ് പറയുന്നത്? എയർ മൂവ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് എന്താ പറയുന്നത്? ദ എയർ പ്രഷർ ഈസ് ലോവസ്റ്റ് അറ്റ് സീ ലെവൽ ആൻഡ് ഇൻക്രീസസ് വിത്ത് ഹൈറ്റ്. എന്താണ് പറയുന്നത്? എയർ പ്രഷർ എവിടെയാണ് ഏറ്റവും കുറവെന്നാണ് പറയുന്നത്? സീ ലെവലിലാണ് ഏറ്റവും കുറവ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് ഹൈറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 4 എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക? കറക്റ്റായിട്ട് വരുന്നത് 3 ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് എയർ പ്രഷർ എന്നാണ് ചോദിക്കുന്നത്. എയർ പ്രഷർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് ശരി ഉത്തരം? ദ എയർ ഓൾവേസ് മൂവ്സ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. എയർ എപ്പോഴും എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് which of the following provisions of Indian Constitution is borrowed from the Constitution of Canada? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം അല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുറേ കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ നിന്ന് ഏതാണ് നമ്മൾ കാനഡയിൽ നിന്ന് ബോറോ ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കാനഡയിൽ നിന്ന് ഈ തന്നിരിക്കുന്നവയിൽ നിന്ന് ഏതാണ് നമ്മൾ ബോറോ ചെയ്തത് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ബോറോ ചെയ്തത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ അഡ്വൈസറി ജുറിസ്ട്രിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ അഡ്വൈസറി ജുറിസ്ട്രിക്ഷൻ ആണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്. ഫോർത്ത് വൺ ആണെങ്കിലോ കൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതായിരിക്കും നമ്മൾ കാനഡയിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ടാവുക? കാനഡയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ്, അഡ്വൈസറി ജുറിസ്ട്രിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. തന്നിരിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി നമ്മൾ ബോറോ ചെയ്തത് അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് നമ്മൾ എന്താണ് ബോറോ ചെയ്തത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? അഡ്വൈസറി ജുറിസ്ട്രിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിൻ്റെ അഡ്വൈസറി ജുറിസ്ട്രിക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ which among the following cities won the India's Cleanest City Award for the 6th time in a row in 2022? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈ തന്നിരിക്കുന്ന സിറ്റീസിൽ നിന്ന് ഏത് സിറ്റിക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? ഇന്ത്യാസ് ക്ലീനസ്റ്റ് സിറ്റി അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി അവാർഡ് 6ാമത്തെ തവണ, എത്രാമത്തെ തവണയാണ്? 6ാമത്തെ തവണ ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി അവാർഡ് 6ാമത്തെ തവണ ലഭിച്ച സിറ്റി ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് കൊൽക്കത്ത, ഓപ്ഷൻ 2 ഇസ് ഇൻഡോർ, ഓപ്ഷൻ 3 ഇസ് ഗുരുഗ്രാം ആൻഡ് ഓപ്ഷൻ 4 ഇസ് പൂനെ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതിനായിരിക്കും ഇന്ത്യാസ് ക്ലീനസ്റ്റ് സിറ്റി അവാർഡ് ലഭിച്ചിട്ടുണ്ടാവുക? ഇന്ത്യാസ് ക്ലീനസ്റ്റ് സിറ്റി അവാർഡ് 6ാമത്തെ തവണയും ലഭിച്ചത് ഓപ്ഷൻ 2 ഇൻഡോറിനാണ്. ഇൻഡോറിനാണ് എന്ത് ലഭിച്ചത്? ഇന്ത്യാസ് ക്ലീനസ്റ്റ് സിറ്റി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എത്രാമത്തെ തവണയാണ്? 6ാമത്തെ തവണ. അടുത്ത ക്വസ്റ്റ്യൻ
വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ്? ഈ തന്നിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് ദ പ്രൈമറി മാർക്കറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും? റൈറ്റ് ആയിരിക്കും അല്ലേ? അത് കറക്റ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ നോക്കൂ. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ്. ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും? തെറ്റായിരിക്കും അല്ലേ? അത് ഓട്ടോമാറ്റിക്കലി തെറ്റാണ്. ഇനി തേർഡ് വൺ, the secondary market is the market for the sale and purchase of previously issued securities. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത്? അത് സെയിലിനും പർച്ചേസിനും വേണ്ടിയുള്ള ഒരു മാർക്കറ്റാണ്. എന്തിൻ്റെ സെയിലിനും പർച്ചേസിനും വേണ്ടിയുള്ള മാർക്കറ്റാണ്? നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ സെയിലിനും പർച്ചേസിനും വേണ്ടിയുള്ള മാർക്കറ്റാണ് ഏത്? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? റൈറ്റ് ആൻസർ ആണല്ലേ. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്? നേരത്തെ തന്നെ സോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസിനും സെയിലിനും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഏത്? നമ്മുടെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ എന്താണ്? RBI plays a dominant role in the gilt-edged market through its open market operations. അപ്പോൾ RBI എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. എവിടെ പ്ലേ ചെയ്യുന്നുണ്ട്? ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ? RBI ഉറപ്പായിട്ടും എന്ത് പ്ലേ ചെയ്യുന്നുണ്ട്? ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റിൽ ഉറപ്പായിട്ടും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് വഴിയാണ്? RBIയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴിയാണ് ആ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. നമ്മളോട് എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതായിരുന്നു ഇൻകറക്റ്റ്? ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് ആയിരുന്നു തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. Which article of the Indian Constitution mentions that it is duty of the Union government to protect states against external aggression and internal disturbance? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേത് ആർട്ടിക്കിളാണ് പറയുന്നത് ദ ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് സ്റ്റേറ്റ്സ് എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്? അതായത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. എന്താണ് യൂണിയൻ ഗവൺമെൻറ് ഡ്യൂട്ടി? സ്റ്റേറ്റ്സിനെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്നും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്റ്റേറ്റിനെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്നും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കാണുള്ളത്? യൂണിയൻ ഗവൺമെൻറ്റിനാണ് ഉള്ളത്. അപ്പോൾ ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 എന്താണ്? 353. ഓപ്ഷൻ 2 എന്താണ്? 356. ഓപ്ഷൻ 3 ആണെങ്കിൽ 358 ആൻഡ് ഓപ്ഷൻ 4 ഇസ് 355. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും, 355. അപ്പോൾ ശ്രദ്ധിക്കുക, 355 ആർട്ടിക്കിൾ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. എന്താണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി? നമ്മുടെ സ്റ്റേറ്റിനെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്നും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അത് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 355. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following shortcut is used to close an open workbook in MS Excel 365? ശ്രദ്ധിക്കുക, MS Excel 365 ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാൻ നമ്മൾ ഏത് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം, നമ്മളൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത്? ഒരു വർക്ക് ബുക്ക്, ഒരു ഓപ്പൺ വർക്ക് ബുക്ക് MS Excel 365 ഒരു ഓപ്പൺ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഷോർട്ട് കട്ട് വേണ്ടത്. അപ്പോൾ ആ ഷോർട്ട് കട്ട് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 നോക്കുകയാണെങ്കിൽ Ctrl+W ആണ്. ഓപ്ഷൻ 2 ആണെങ്കിൽ Ctrl+X ആണ്. ഓപ്ഷൻ 3 ആണെങ്കിൽ Ctrl+L ആണ്. ഓപ്ഷൻ 4 ആണെങ്കിൽ Ctrl+C ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ 1 ആണ്. Ctrl+W ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടു ക്ലോസ് ആൻ ഓപ്പൺ വർക്ക് ബുക്ക് ഇൻ MS Excel 365. MS Excel 365 ഒരു ഓപ്പൺ ആയിട്ടുള്ള വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് ഏത്? Ctrl+W. അടുത്ത ക്വസ്റ്റ്യൻ. Which country will host the FIFA Women's World Cup 2023?
ഫിഫ വുമൻസ് വേൾഡ് കപ്പ് 2023 ഏത് രാജ്യമായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്, ഫിഫ വുമൻസ് വേൾഡ് കപ്പ് 2023 നടക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഏതാണ്, ഇറ്റലി ആൻഡ് ഫ്രാൻസ്. ഓപ്ഷൻ 2 ജപ്പാൻ ആൻഡ് ചൈന. ഓപ്ഷൻ 3 ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഓപ്ഷൻ 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് കാനഡ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഈ തന്നിരിക്കുന്ന കൺട്രീസിൽ നിന്ന് ഏത് കൺട്രി ആയിരിക്കും ഫിഫ വുമൻസ് വേൾഡ് കപ്പ് 2023 ഹോസ്റ്റ് ചെയ്യാന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ 3 ആണ്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായിരിക്കും എന്ത് ഹോസ്റ്റ് ചെയ്യുക, ഫിഫ വുമൻസ് വേൾഡ് കപ്പ് 2023 ഹോസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is not correct regarding mixtures? മിക്സ്ചേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതായിരിക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ കൊളോയിഡ്സ് ആർ ഹെട്രോജീനിയസ് മിക്സ്ചർ ഇൻ വിച്ച് ദ പാർട്ടിക്കൽ സൈസ് ഈസ് ലാർജ്. അല്ലേ, പാർട്ടിക്കൽ സൈസ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും അല്ലേ, പാർട്ടിക്കൽ സൈസ് ഇസ് ലാർജ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ പറയുന്നത് കൊളോയിഡ്സ് എന്താണ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആയിരിക്കും അല്ലേ. കൊളോയിഡ്സ് എന്തായിരിക്കും? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആയിരിക്കും. അതിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, അത് ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കുമോ അതോ തെറ്റായിരിക്കുമോ? അത് ഓട്ടോമാറ്റിക്കലി പറയുന്നത് തെറ്റായിരിക്കും അല്ലേ. സെക്കൻഡ് വൺ ആണെങ്കിലോ, എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസ് അല്ലേ, അത് ശരിയാണ് അല്ലേ. എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ശരിയാണ്. തേർഡ് വൺ നോക്കുകയാണെങ്കിലോ, ദ മേജർ കമ്പോണൻറ്റ് ഓഫ് എ സൊല്യൂഷൻ ഇസ് കോൾഡ് ആസ് സോൾവെൻറ്റ്. അതും ശരിയാണ് അല്ലേ. നമ്മുടെ മേജർ കമ്പോണൻറ്റ് ഓഫ് എ സൊല്യൂഷൻ എന്താണ് പറയുന്നത്? സോൾവെൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഫോർത്ത് വണ്ണോ, ദ മൈനർ കമ്പോണൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ ഇസ് കോൾഡ് ആസ് സൊല്യൂട്ട്. അതും ശരിയാണ് അല്ലേ. മൈനർ കമ്പോണൻറ്റ് ഓഫ് എ സൊല്യൂഷൻ എന്താണ് പറയുന്നത്? സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ള കമ്പോണൻറ്റിനെ നമ്മൾ എന്ത് പറയും? സോൾവെൻ്റ് എന്ന് പറയും. ഏറ്റവും കുറവുള്ള കമ്പോണൻറ്റിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂട്ട് എന്ന് പറയും. അപ്പോൾ അത് രണ്ടും ശരിയാണ്. സെക്കൻഡ് വണ്ണും ശരിയാണ്. അപ്പോൾ ഏതായിരിക്കും തെറ്റ്? നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും തെറ്റ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? 1 ആയിരിക്കും അല്ലേ. 1 ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. മിക്സ്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ 1 ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്ലാന്റ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് കിങ്ഡംസ് ആർ നോൺ ആസ് ആൽഗേ. ഈ തന്നിരിക്കുന്ന പ്ലാന്റ് കിങ്ഡംസിൽ നിന്ന് ഏത് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൽഗേ എന്ന് പറയാറ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ഇത്രയും പ്ലാന്റ് കിങ്ഡംസിൽ നിന്ന് നമ്മൾ ഏത് പ്ലാന്റ്സിനെയാണ് ആൽഗേ എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 is Bryophyta, option 2 is Thallophyta, option 3 is Pteridophyta and option 4 is Angiosperms. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതിനെയായിരിക്കും നമ്മൾ ആൽഗേ എന്ന് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതിനെയായിരിക്കും ആൽഗേ എന്ന് അറിയപ്പെടുന്നുണ്ടാവുക? ആൽഗേ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ 2 Thallophyta ആണ്. Thallophytയിൽ പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഗേ എന്ന് പറയാറുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് 24/7 സോളാർ പവേർഡ് വില്ലേജ് മൊദീറ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ 24/7 സോളാർ പവേർഡ് വില്ലേജ് ആയിട്ടുള്ള മുദീറ എന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? 24/7 സോളാർ പവേർഡ് വില്ലേജ് ആണ്. ആ വില്ലേജിൻ്റെ പേരാണ് ഏത്? മുദീറ. ഈ മുദീറ ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 is മധ്യപ്രദേശ്, ഓപ്ഷൻ 2 is ഗുജറാത്ത്, ഓപ്ഷൻ 3 is രാജസ്ഥാൻ ആൻഡ് ഓപ്ഷൻ 4 is ഹിമാചൽ പ്രദേശ്. ഇതിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും മുദീറ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക? മുദീറ ഇസ് ലൊക്കേറ്റഡ് ആൻഡ് ഗുജറാത്ത്. മുദീറ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മുദീറ ഇസ് ലൊക്കേറ്റഡ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 24/7 സോളാർ പവേർഡ് വില്ലേജ് ആയിട്ടുള്ള മുദീറ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ഡാഷ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈ തന്നിരിക്കുന്നവയിൽ നിന്ന് ഏത് സ്റ്റേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് കേട്ടോ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 കേരളയാണ്, ഓപ്ഷൻ 2 ഛത്തീസ്ഗഡ് ആണ്, ഓപ്ഷൻ 3 പഞ്ചാബ് ആണ്, ഓപ്ഷൻ 4 ആണെങ്കിലോ മഹാരാഷ്ട്രയാണ്.
അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ നിന്ന് ഏത് സ്റ്റേറ്റിലൂടെ ആയിരിക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നുണ്ടാവുക? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത് ഓപ്ഷൻ 2 ഛത്തീസ്ഗഡ് വഴിയാണ്. ഛത്തീസ്ഗഡ് വഴിയാണ് എന്ത് പാസ് ചെയ്യുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദീനോദർ ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? ദീനോദർ ഹിൽസ് എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ദീനോദർ ഹിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് ഗുജറാത്ത്, ഓപ്ഷൻ 2 ഇസ് മഹാരാഷ്ട്ര, ഓപ്ഷൻ 3 ഇസ് വെസ്റ്റ് ബംഗാൾ ആൻഡ് ഓപ്ഷൻ 4 ഇസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അപ്പോൾ ദീനോദർ ഹിൽസ് ഏത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ദീനോദർ ഹിൽസ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദീനോദർ ഹിൽസ് എവിടാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു among the following discovered the neutrons? ഈ തന്നിരിക്കുന്നവയിൽ നിന്ന് ആരാണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആരാണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ജെയിംസ് ചാഡ്വിക്, ഓപ്ഷൻ 2 നീൽസ് ബോർ, ഓപ്ഷൻ 3 ഇ ഗോൾഡ്സ്റ്റീൻ ആൻഡ് ഓപ്ഷൻ 4 ഏർണസ്റ്റ് റുദർഫോർഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ നിന്ന് ആരായിരിക്കും ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുക? ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത് ഓപ്ഷൻ 1 ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ഡിസ്കവർ ചെയ്തത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്. ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻ 14 ആണ്. കർണാട്ടിക് മ്യൂസിക് ഈസ് കൺഫൈൻഡ് ടു ഡാഷ്. കർണാട്ടിക് മ്യൂസിക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്സിൽ നിന്ന് ഏത് സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഉത്ഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെ ആയിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് അല്ല കേട്ടോ, സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക് ഏത് സ്റ്റേറ്റിൽ കൺഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. നമുക്കറിയാം ഓപ്ഷൻ എന്തായിരിക്കും? തെറ്റായിരിക്കും അല്ലേ? കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ എന്തായാലും കർണാട്ടിക് മ്യൂസിക്കിൽ വരില്ല. സെക്കൻഡ് ഓപ്ഷൻ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് കേരള. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് കേരള അല്ലേ? ഓപ്ഷൻ 3 ആണെങ്കിലോ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഹരിയാന. കർണാട്ടിക് മ്യൂസിക് വരുമോ? ഇല്ല. ഇനി ഓപ്ഷൻ 4 ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ആൻഡ് ഹരിയാന. വരുമോ? ചാൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 2 ആയിരിക്കും. കർണാട്ടിക് മ്യൂസിക് എവിടേക്കാണ് കൺഫൈൻ ചെയ്തിട്ടുള്ളത്? കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ആഡഡ് ഓഫ് എ ഫേം ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഡാഷ്. ഒരു ഫേമിൻ്റെ വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം പ്ലസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. ശ്രദ്ധിക്കുക, വാല്യൂ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം, ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ പ്ലസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ ആ ഫേം, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? വാല്യൂ ആഡഡ് ഓഫ് എ ഫേം എന്നാണ് പറയുന്നത്. അത് വരുമോ? ഇല്ല. സെക്കൻഡ് 1 വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം പ്ലസ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. പ്രൊഡക്ഷൻ പ്ലസ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അതും എന്താണ്? വരില്ല. തേർഡ് 1 നോക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. ഓപ്ഷൻ 4 ആണെങ്കിലോ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. അതും എന്തായിരിക്കും? വരില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ 3 ആണ്. വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം ആണ് എന്തായിട്ട് പറയുക? വാല്യൂ ആഡഡ് ഓഫ് എ ഫേം ആയിട്ട് പറയാറ്. അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ഓഫ് എ ഫേം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് എ വീക്ക് സിഗ്നൽ ആൻഡ് റീജനറേറ്റ്സ് ഇറ്റ്. അതായത് ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്, അത് എന്ത് ചെയ്യും? വീക്ക് ആയിട്ടുള്ള സിഗ്നൽസിനെ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ റീജനറേറ്റ് ചെയ്യും. അതിനെ പിന്നെയും റീജനറേറ്റ് ചെയ്യും. ഒന്നുകൂടെ പറയാം, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്, അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യും, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? വീണ്ടും റീജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിവൈസിൻ്റെ പേരെന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 എന്താണ്? റിപ്പീറ്റർ, ഓപ്ഷൻ 2 റൂട്ടർ, ഓപ്ഷൻ 3 സ്വിച്ച് ആൻഡ് ഓപ്ഷൻ 4 ഹബ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇലക്ട്രോണിക് ഡിവൈസ്? ഓപ്ഷൻ 1 റിപ്പീറ്റർ. റിപ്പീറ്റർ ആയിരിക്കും ആ ഇലക്ട്രോണിക് ഡിവൈസ്.
റിപ്പീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക? വീക്കായിട്ടുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ റീജനറേറ്റ് ചെയ്യും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്? റിപ്പീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഫേമസ്ലി നോൺ ആസ് ബീഹാർ കേസരി? ബീഹാർ കേസരി എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് അറിയപ്പെടുന്നത്? ബീഹാർ കേസരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ കർപ്പൂരി താക്കൂർ, ഓപ്ഷൻ 2 ശ്രീ കൃഷ്ണ സിൻഹ, ഓപ്ഷൻ 3 രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഓപ്ഷൻ 4 ലാലാ ലജ്പത് റായ്. ഇതിൽ ആരെയായിരിക്കും ബീഹാർ കേസരി എന്നറിയപ്പെടുന്നുണ്ടാവുക? ബീഹാർ കേസരി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ 2 ശ്രീ കൃഷ്ണ സിൻഹയാണ്. കൃഷ്ണ സിൻഹയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ബീഹാർ കേസരി ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ് ലോഞ്ച്ഡ് ഫുട്ബോൾ ഫോർ ഓൾ ഇൻ ദ സ്റ്റേറ്റ് ടു ടേക്ക് ദ കൾച്ചർ ഓഫ് ഫുട്ബോൾ ടു ദ ഗ്രാസ് റൂട്ട്സ്? അതായത് ഏത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആണ് ഒരു പുതിയ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് ഇതാണ് ഫുട്ബോൾ ഫോർ ഓൾ. ഫുട്ബോൾ ഫോർ ഓൾ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ കൾച്ചർ ഗ്രാസ് റൂട്ട് മുതൽ, അതായത് വളരെ താഴത്ത് നിന്ന് ഫുട്ബോളിൻ്റെ കൾച്ചർ എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ കൾച്ചർ എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പുതിയ പ്രോഗ്രാമാണ് ഇത് ഫുട്ബോൾ ഫോർ ഓൾ. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആണ് അത് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ജാർഖണ്ഡ് ആണ്, ഓപ്ഷൻ 2 മധ്യപ്രദേശ്, ഓപ്ഷൻ 3 ഒഡീസ ആൻഡ് ഓപ്ഷൻ 4 വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഏത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഫുട്ബോൾ ഫോർ ഓൾ എന്നുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻ 3 ഒഡീസ. ഒഡീസയിലെ ചീഫ് മിനിസ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു among the following won the men's singles title of the US Open 2022? US Open 2022 മെൻസ് സിംഗിൾ ടൈറ്റിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. US Open 2022 മെൻസ് സിംഗിൾ ടൈറ്റിൽ ആരാണ് വൺ ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആരാണ് വിജയിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റെഫനോസ് സ്റ്റിപ്പസ്, റാഫേ നഡാൽ, കാർലോസ് അൽക്കാരസ് ആൻഡ് കാസ്പർ റൂഡ്. അപ്പോൾ ഇതിൽ ആരായിരിക്കും വിജയിച്ചിട്ടുണ്ടാവുക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ് എന്ത് വിജയിച്ചിരിക്കുന്നത്? US Open 2022 മെൻസ് സിംഗിൾസ് ടൈറ്റിൽ വിജയിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 50 കിലോമീറ്റർ, ഓപ്ഷൻ 2 13 കിലോമീറ്റർ, ഓപ്ഷൻ 3 30 കിലോമീറ്റർ ആൻഡ് ഓപ്ഷൻ 4 6 കിലോമീറ്റർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയായിരിക്കും? ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് ഓപ്ഷൻ 2 13 കിലോമീറ്റർ ആണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് റസിയ റിമൂവ്ഡ് ഫ്രം ദ ത്രോൺ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്? നമുക്കറിയാം ഡൽഹി ഭരിച്ചിരുന്ന ഒരേ ഒരു മുസ്ലിം റൂളറാണ് ആര്? റസിയ സുൽത്താന. അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ച ഒരേ ഒരു മുസ്ലിം റൂളറാണ് ആര്? റസിയ സുൽത്താന. റസിയ സുൽത്താനെ ത്രോണിൽ നിന്ന് മാറ്റിയത്, അല്ലെങ്കിൽ റസിയ സുൽത്താനെ രാജ്ഞി ആ ഒരു പദവിയിൽ നിന്ന് മാറ്റിയതൊക്കെ എപ്പോഴാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1228, ഓപ്ഷൻ 2 is 1244, ഓപ്ഷൻ 3 is 1236 and ഓപ്ഷൻ 4 is 1240. അപ്പോൾ അതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? റസിയ സുൽത്താനെ ത്രോണിൽ നിന്ന് റിമൂവ് ചെയ്ത ഒരു വർഷം ചോദിക്കുകയാണെങ്കിൽ വർഷം 1240 അല്ലേ? 1240 റസിയ സുൽത്താനെ ത്രോണിൽ നിന്ന് മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, the 5th edition of the Khelo India Youth Games will be held in dash cities in Madhya Pradesh. നമുക്കറിയാം 5th edition of Khelo Indian Youth Games എവിടെ വെച്ചാണ് നടക്കുന്നത്? മധ്യപ്രദേശിൽ വെച്ചാണ് നടക്കുന്നത്. ഒന്നുകൂടെ പറയാം, 5th edition of Khelo India Youth Games എവിടെ വെച്ചാണ് നടക്കുന്നത്? മധ്യപ്രദേശിൽ വെച്ചാണ് നടക്കുന്നത്. മധ്യപ്രദേശിലെ എത്ര സിറ്റികളിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. 5th edition of Khelo India Youth Games എവിടെയാണ് നടക്കുന്നത്? മധ്യപ്രദേശിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആ മധ്യപ്രദേശിലെ എത്ര സിറ്റീസിൽ ഈ ഗെയിം നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 8 ആണ്, ഓപ്ഷൻ 2 6, ഓപ്ഷൻ 3 7 ആൻഡ് ഓപ്ഷൻ 4 9. അപ്പോൾ എത്ര സിറ്റീസിൽ നടക്കുന്നുണ്ടാവും? ഓപ്ഷൻ 1 8 സിറ്റീസിൽ എന്ത് നടക്കുന്നുണ്ടാവും? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നുണ്ട്. അടുത്തത്, which among the following films received the Filmfare Award of the Best Film Popular Choice in 2022?
ഈ തന്നിരിക്കുന്ന ഫിലിംസിൽ നിന്ന് ഏത് ഫിലിമിനാണ് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്? എന്ത് ഫിലിം ഫെയർ അവാർഡാണ്? ബെസ്റ്റ് പോപ്പുലർ ചോയ്സ് അല്ലേ? ബെസ്റ്റ് പോപ്പുലർ ചോയ്സ് എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഈസ് രാഷ്മി റോക്കറ്റ്, ഓപ്ഷൻ 2 ഈസ് ഷേർഷാ, ഓപ്ഷൻ 3 ഈസ് രാംപ്രസാദ് കി തെഹരി, ഓപ്ഷൻ 4 ഈസ് സർദാർ ഉദ്ധം. അപ്പോൾ ഏതിനായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? ഓപ്ഷൻ 2 ഷേർഷയ്ക്കാണ്. ഷേർഷയ്ക്കാണ് എന്ത് അവാർഡ് ലഭിച്ചത്? ഫിലിം ഫെയർ അവാർഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബെസ്റ്റ് ഫിലിം പോപ്പുലർ ചോയ്സ് ഇൻ 2022. അടുത്തത് വാർലി പെയിൻറ്റിംഗ് ഇസ് എ ഫോക്ക് പെയിൻറ്റിംഗ് ഓഫ് ഡാഷ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. വാർലി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. അത് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ്? വാർലി പെയിൻറ്റിംഗ് ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. അത് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മഹാരാഷ്ട്ര, ഓപ്ഷൻ 2 മിസോറാം, ഓപ്ഷൻ 3 മണിപ്പൂർ ആൻഡ് ഓപ്ഷൻ 4 കർണാടക. അപ്പോൾ വാർലി പെയിൻറ്റിംഗ് എവിടെയുമായി റിലേറ്റഡ് ആയിരിക്കും? വാർലി പെയിൻറ്റിംഗ് ഇസ് റിലേറ്റഡ് വിത്ത് മഹാരാഷ്ട്ര. വാർലി പെയിൻറ്റിംഗ് മഹാരാഷ്ട്രയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അതുപോലെ അതൊരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ മഹാത്മാഗാന്ധി ഓർഗനൈസ്ഡ് എ സത്യാഗ്രഹ ഇൻ ദ ഖേദ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് ഇൻ ദ സപ്പോർട്ട് ഓഫ് പെസൻസ്. അതായത് കർഷകർക്ക് ഉള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഗാന്ധി എന്ത് ചെയ്തു? ഒരു സത്യാഗ്രഹം നടത്തി. എവിടെ വെച്ചാണ് സത്യാഗ്രഹം നടത്തിയത്? ഖേദ ഡിസ്ട്രിക്റ്റിലാണ് സത്യാഗ്രഹം നടത്തിയത്. എവിടെയാണ് ഖേദ ഡിസ്ട്രിക്ട് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ഖേദ ഡിസ്ട്രിക്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖേദ സത്യാഗ്രഹയുടെ വർഷം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 1918, ഓപ്ഷൻ 2 1916, ഓപ്ഷൻ 3 1919 ആൻഡ് ഓപ്ഷൻ 4 1920. അപ്പോൾ എപ്പോഴായിരിക്കും ഖേദ സത്യാഗ്രഹം നടന്നിട്ടുണ്ടാവുക? ഖേദ സത്യാഗ്രഹം നടന്നത് 1918ലാണ്. 1918ലാണ് എന്ത് നടന്നത്? ഖേദ സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്